നമസ്കാരം. KPCCയുടെ പുതിയ പ്രസിഡന്റായി സണ്ണി ജോസഫ് സാരഥ്യം ഏറ്റെടുത്തത് കഴിഞ്ഞ ദിവസമാണ്. ഇന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡൽഹിയിൽ കൂടിയാലോചനകൾ, ഹൈക്കമാൻഡുമായുള്ള കൂടിയാലോചനകൾ നടക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. അതോടൊപ്പമാണ് അസംതൃപ്തരായ നേതാക്കളുടെ ഒരു വലിയ കൂട്ടമായി ഇപ്പോൾ കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കെ സുധാകരൻ, VM സുധീരൻ അടക്കമുള്ള MM ഹസൻ അടക്കമുള്ള ആളുകൾ, കെ മുരളീധരൻ അടക്കമുള്ള ആളുകളുണ്ട്, മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട്. അതായത് മുൻ KPCC അധ്യക്ഷന്മാർക്കൊക്കെ തന്നെ അവർക്കിടയിൽ വലിയ അസംതൃപ്തി പുകയുകയാണ്. കാരണം തങ്ങളെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് KC വേണുഗോപാൽ നയിക്കുന്ന, അല്ലെങ്കിൽ KC വേണുഗോപാലിൻ്റെ താല്പര്യമനുസരിച്ചാണ് ഇപ്പോൾ സണ്ണി ജോസഫിനെ സംസ്ഥാന അധ്യക്ഷനാക്കിയത്. മാത്രമല്ല പുനഃസംഘടന ഉടനെ വരികയാണ്. അത്തരത്തിൽ KPCC പുനഃസംഘടനയിൽ തങ്ങളുടെ ഭാഗം കേൾക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഇത്തരത്തിൽ മുൻ അധ്യക്ഷന്മാരായ മുതിർന്ന നേതാക്കൾ പറയുന്നത്. അവരൊക്കെ തന്നെ ഡൽഹിയിലേക്ക് പോയിട്ടില്ല. ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാതെ ഇത്തരത്തിൽ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ മാറി നിൽക്കുകയാണ്. അതായത് ഈയൊരു കോൺഗ്രസിലെ പ്രശ്നം വഷളായി മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. KPCC അധ്യക്ഷനെ മാറ്റിക്കൊണ്ട് പാർട്ടിയെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ അടക്കമുള്ള, അല്ലെങ്കിൽ PC വിഷ്ണുദാസ് അടക്കമുള്ള യുവ നേതൃനിരയെ മുന്നോട്ട് ഇറക്കിക്കൊണ്ട് പിണറായി വിജയനെ മാറ്റി നിർത്തിക്കൊണ്ട് അധികാരത്തിലേക്ക് ഏറാം എന്ന് കരുതിയ കോൺഗ്രസ് ഹൈക്കമാൻഡിന് വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു പുനഃസംഘടന. കെ മുരളീധരൻ മാറി നിൽക്കുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേരത്തെ തന്നെ പാർട്ടിയുമായി പല പ്രശ്നങ്ങളിലും അദ്ദേഹം പല തട്ടിലാണ് നിൽക്കുന്നത്. അദ്ദേഹം പല രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇതിനകം തന്നെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. കെ മുരളീധരൻ പല പ്രശ്നങ്ങളിലും ആന്റണിയുമായി ഇപ്പോഴും തന്നെ പ്രശ്നങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ മാറി നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ എങ്ങനെയാണ് ഇനി നിലപാട് സ്വീകരിക്കുക? സണ്ണി ജോസഫിൻ്റെ മുന്നിൽ വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഹൈക്കമാൻഡിൻ്റെ ഈ ഒരു തീരുമാനം കേരളത്തിലെ കോൺഗ്രസിൽ പാളുന്ന ഒരു തീരുമാനമാണ്. അല്ലെങ്കിൽ അതൃപ്തി അത് നിരന്തരം പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഉടനടി ഒരു നല്ല സമവായ നീക്കങ്ങളിലൂടെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നും തോന്നുന്നില്ല. നേതാക്കൾ തമ്മിൽ ഒറ്റക്കെട്ടാണ്, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും ഇത്തരത്തിൽ ഹൈക്കമാൻഡ് വിളിച്ച ഒരു യോഗത്തിൽ പോലും പങ്കെടുക്കാൻ നേതാക്കൾക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ കൊണ്ടുപോവുകയാണ്. KC വേണുഗോപാലാണ് എല്ലാത്തിനും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കിയത് എന്നാണ് നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ തന്നെ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കട്ടെ എന്ന നിലപാടാണ് മുതിർന്ന നേതാക്കൾ എടുക്കുന്നത്.